പൂവുള്ളതാണ്, അല്ലെങ്കിൽ കോഴിയാണ്, അല്ലെങ്കിൽ ഞരമ്പ് രോഗിയാണ് എന്ന് പറയുന്നത്. ആൻഡ് ഐ ഡിഡ് ഹാവ് എനി പ്രോബ്ലം വിത്ത് ഐസൊലേഷൻ. ഇറ്റ് ഈസ് ഷീ ഡിഡ്ന്റ് ഡു ഇറ്റ് ഇന്റൻഷനലി. നമസ്കാരം. ഇപ്പോൾ ഭയങ്കര ചർച്ചയായിരുന്നൊരു കാര്യമുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സൈബർ അറ്റാക്ക് വരാറുണ്ട്. പക്ഷെ ഇത് ഭയങ്കര ഭീകരമായിട്ടുള്ള സൈബർ അറ്റാക്ക് ആയിപ്പോയി അല്ലേ? എന്താന്ന് മനസ്സിലായി കാണുമല്ലോ. തെറ്റിദ്ധാരണയാണ്. എന്താന്ന് മനസ്സിലായി കാണുമല്ലോ. എന്താ സംഭവിച്ചത് ശരിക്കും? അവിടെ എന്താ ശരിക്കും സംഭവിച്ചതെന്ന് സംഭവിച്ചാൽ അവർ വന്നപ്പോൾ ഞാൻ രണ്ടുപേരാണ് കൈ കൊടുത്തത്. അത് നല്ല ഉദ്ദേശത്തോടെയാണ്, വേറെ ഉദ്ദേശമൊന്നുമില്ല. അത് ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ലാസ്റ്റ് കൈ കൊടുത്തപ്പോൾ അവർ തിരക്കിലായി എങ്ങനെയും പോകാണ്. അപ്പോൾ ആ ഒരു തിരക്കിലാണ് അവർ അത് കയ്യേറാതെ പോയത്. അത് തന്നെ അപമാനിക്കാനോ അങ്ങനെയൊന്നും അല്ല. അണ്ണന് സങ്കടം ഉണ്ടായോ? എനിക്ക് അപ്പോൾ ഫീൽ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് മനസ്സിലായി അവരെന്തോ ഉദ്ദേശിച്ചത് മനസ്സിലായി. കാരണം അവരുടെ തിരക്കിലായി. ഞാൻ നോട്ടിലാണ് അവർ രണ്ടുപേരാണ് കൈ കൊടുത്തപ്പോൾ അവർ ഫ്രീ ആയ സമയത്തോ ഒരു ടെൻഷനില്ലാത്ത സമയത്ത് അവർ കയ്യിൽ തരും. വേറെ എന്തൊക്കെയോ ടെൻഷൻ അവരുണ്ടായിരുന്നു. അവർ മുകളിൽ ബാൽക്കണിയിൽ ഇരിക്കേണ്ട പകരം അടിയിലാണ് വരുന്നത്. എന്തൊക്കെയോ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പുള്ളിക്കാരത്തേക്ക്. ആ കൺഫ്യൂഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് പോകുന്നു. ആ ടെൻഷനിൽ ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തിൽ റിയാക്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് മൾട്ടി ടാസ്കിങ് പുള്ളിക്കാരത്തിൽ പറ്റില്ലാവും. എന്താ ചോദിച്ചത്? എന്താ അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞ ഓൾ ദി ബെസ്റ്റ്. ലാലേട്ടർ പടം വരുമല്ലോ, സത്യത്തിക്കാരൻ്റെ അടുത്ത പടത്തിലില്ലേ, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. പോകാൻ കാലത്ത് ജസ്റ്റ് ഒരു ബൈ വേർഡ് പറഞ്ഞാണ്. പക്ഷെ അത് അവർക്ക് മൾട്ടി ടാസ്കിങ് പറ്റാതെ പല കാര്യം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം. അതിൻ്റെ പേരിലുണ്ടായതാണ്. അതിപ്പോൾ അത് വീഡിയോ എടുത്ത് വന്നപ്പോൾ ആൾക്കാരുണ്ടാക്കുന്ന പ്രശ്നമാണ്. ഇത് മീഡിയ ഉണ്ടാക്കുന്ന പ്രശ്നമല്ല. പിന്നെ പൊതുവേ ജനങ്ങൾക്ക് വേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളാണ്, നെഗറ്റീവ് കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ സർഫുണ്ടിൽ കൈ കൊടുത്ത് ഇത് വൈറലായില്ല. അല്ലെങ്കിൽ ഇതേ ഐസൊലേഷൻ ഇങ്ങനെ വന്നപ്പോൾ ഇതേ മീഡിയ എടുത്ത വീഡിയോ വൈറലായില്ല. ഇത് കൈ വന്നിട്ട് ഓൾ ദി ബെസ്റ്റ് വന്ന് കൈ കൊടുത്ത് അത് വൈറലായില്ല. ഇതിപ്പോൾ മീഡിയയുടെ കുഴപ്പമില്ല, ഇത് ആളുകളുടെ കുഴപ്പമാണ്. ആളുകൾക്ക് വേണ്ട ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഈ സാറ്റലൈറ്റ് ചാനലിലൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറ്റലൈറ്റ് ചാനലൊക്കെ ഇല്ലേ, അതിനകത്തൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓൺലൈൻ മീഡിയക്കാരാണ് അവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അങ്ങനെ ഉണ്ടാകും. അപ്പോൾ അവരത് ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഈ സാറ്റലൈറ്റ് ചാനൽ ചെയ്യുന്നത് ശരിയല്ല. ഈ ചാനലിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാവർക്കും കൈ കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാണ്. ട്രാൻസ്ജെൻഡർ കേസ് വന്നപ്പോൾ 3 ചാനലുകാർ ഒരു ദിവസം മുഴുവൻ എൻ്റെ ഫോട്ടോ ഇട്ടിരുന്നത്. ഈ സാറ്റലൈറ്റ് അവർ നീഡും ഗ്രീഡും വ്യത്യാസമുണ്ട്. ഓൺലൈൻ മീഡിയക്കാർ ജീവിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്, മറ്റേ ഗ്രീഡാണ്. അതിപ്പോൾ എന്തോ ചേട്ടൻ കേസൊക്കെ കൊടുത്തില്ലയോ? അതിപ്പോൾ എന്തോ ഒന്നുമില്ല. എനിക്ക് ഈ സംഭവം ട്രാൻസ്ജെൻഡർ കേസാണ്. ഏതാ ചോദിച്ചത്? ഇന്നലെ ഭയങ്കര ന്യൂസ് ആയിരുന്നു. ചിലരെ എന്നെ വിളിച്ച് ആശ്വസിപ്പിക്കേണ്ടായിരുന്നു. പിന്നെ നമുക്ക് വളരെ ക്ലോസ് ആയ ആൾക്കാരും വിളിച്ചില്ല. അത് വിഷമം തോന്നി. നിലവിലിപ്പം എന്താ ഈ കമന്റ്സിൽ ഇപ്പൊ ഇന്നലത്തെ വൈറലായ വീഡിയോസിന്റെ കമന്റ്സ് നോക്കുമ്പം, വൈറലായ വീഡിയോയുടെ, അതായത് ഐശ്വര്യലക്ഷ്മി ആയിട്ടുള്ള വീഡിയോയുടെ കമന്റ്സിൽ നോക്കുമ്പം ഒരുപാട് ആളുകൾ വന്ന് പറയുന്നത് അതാ നിങ്ങൾ സന്തോഷേട്ടൻ എന്താ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ വൈകുന്നേരം ലൈവില് വന്നിട്ട് അവരെ തെറി വിളിക്കും എന്നൊക്കെയുള്ള കമന്റ്സ് വരുന്നുണ്ട്. ചില ആൾക്കാരെ അങ്ങനെ പോകുന്നത് ഞാൻ അവർ കുറ്റം പറയാം. കാരണം എനിക്കറിയാം എന്താ സംഭവിച്ചതെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അവർ ആ പോകാൻ തിരക്കിൽ എന്തോ കൺഫ്യൂഷനിലായി. അവർ ആ തിയേറ്ററിൽ വന്ന് ആദ്യം മുതലേ ഒരു കൺഫ്യൂഷനിലായി. അതുകൊണ്ട് ആ ഒരു മൾട്ടി ടാസ്കിങ് പറ്റാത്ത ഒരു പേരിലുണ്ടായതാണ്. അത് അവർ അർപ്പൂർ ചെയ്യണമെന്നല്ല. അതേപോലെ ഇപ്പൊ ഐശ്വര്യലക്ഷ്മി നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ ഇങ്ങനെ പല പറയുന്നുണ്ട്. വളരെ ഫ്രീ ആയിട്ട് സമയത്ത് കൈ വന്നപ്പോൾ വളരെ നൈസായിട്ട് സംസാരിച്ചതോ, തിരിച്ചുകൊണ്ട് സംസാരിച്ചതോ കഴിയണ്ട. അപ്പോൾ അവർക്ക് എന്തൊക്കെയോ പ്ലാൻ വന്ന് വണ്ടി എവിടെയാണെന്ന് അറിയില്ലെന്ന് തോന്നുന്നു. അങ്ങനെ എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻ വന്നു. ഇപ്പൊ ചാനലുകളിലെല്ലാം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൈ കൊടുക്കേണ്ട ആവശ്യമില്ല, നാറാട്ടനെ പോലെ ഒരാൾക്ക് കൈ കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന രീതിയിലാണ് ഐശ്വര്യലക്ഷ്മി പറഞ്ഞെന്ന രീതിയിലാണ്. കൈ കൊടുത്തില്ല യാതൊരു വേറെ ബാഡ് ടച്ച് ഗുഡ് ടച്ച് എന്ന് പറയും. നമുക്ക് യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. നല്ല ഉദ്ദേശത്തോടെ തന്നെയാണ് ചെയ്തത്. നമുക്ക് വേറെ ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. ബാഡ് ടച്ച് ഗുഡ് ടച്ച് ഗുഡ് ടച്ച് തന്നെയായിരുന്നു. അല്ലാതെ അതിൽ നിന്ന് സുഖം കിട്ടാൻ വേണ്ടി ചെയ്യണമെന്നല്ല. അതിൽ വളരെ തെറ്റേതാണ്. അതിപ്പോൾ ഏതോ മനോരമ ആരോ പറയണ്ടായിരുന്നു, എന്തോ പറയണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു. പക്ഷേ അതൊന്നും ശരിയല്ല. നമ്മൾ വളരെ നിഷ്കളങ്കമായിട്ട് വളരെ സത്യസന്ധമായി ചെയ്തതാണ്. അല്ലെങ്കിൽ യാതൊരു വേറൊരു ഉദ്ദേശമോ വേറെ ഒന്നുമില്ല. അവരും ആ രീതിയിലേക്ക് എടുത്തത്. അവർക്ക് ആ ടെൻഷനിൽ അവർക്ക് പ്രതികരിക്കാൻ പറ്റിയില്ല. അവർ വണ്ടി ഓടിക്കാനുള്ള തിരക്കിലോ അനന്തോ ആയിരുന്നു. ഞാൻ നോട്ട് ചെയ്തു രണ്ടുപേരെ കൊടുത്തപ്പോൾ അവർ ഫ്രീ ആയ സമയത്ത് ഉള്ളിൽ വെച്ചാൽ ഫ്രീ ആയിട്ടുള്ള സമയത്ത് അവർ ആ കയറി വന്ന സമയത്ത് അങ്ങനെ പ്രതികരിച്ചത്, അന്നയിൽ പ്രതികരിച്ചതാണ്. എനിക്ക് അവരുടെ ആ ദേഷ്യവും അങ്ങനെയൊന്നുമില്ല. ഇത് മീഡിയയുടെ കുഴപ്പമില്ല. കാരണം എത്രയോ വീഡിയോസ് എടുത്തു. ഇന്നലെ ആ ദിവസം എത്രയോ വീഡിയോസ് സർഫുദ്ദീൻ കൈ കൊടുക്കുന്ന വീഡിയോ വന്നു, എത്രയോ വീഡിയോസ് വന്നു. ഇതൊന്നും വൈറലായില്ല, ഇത് മാത്രം വൈറലായത്. കാരണം ആൾക്കാർക്ക് വേണ്ടത് ഇതാണ്. ഇത് ആളുകളുടെ കുഴപ്പമാണ്, മീഡിയയുടെ കുഴപ്പമാണ്. ആൾക്കാർക്ക് നല്ലതാണെങ്കിൽ മീഡിയ നല്ലത് കാണിച്ചു തന്നെ. ആളുകൾക്ക് ഇതെല്ലാം കണ്ടു സാഡിസം, മറ്റുള്ളവരെ വേദനിപ്പിച്ച് എൻജോയ് ചെയ്യുക,
അതൊക്കെയാണ് അവരുടെ എൻജോയ് ചെയ്യുന്നത്. മറ്റൊരു വേദനിപ്പിച്ച് എൻജോയ് ചെയ്യാനാണ് ഇപ്പോഴത്തെ എസ്പെഷ്യലി പുതിയ 2005 പിള്ളേർ ജനറേഷൻ അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് പറഞ്ഞാൽ മറ്റുള്ളവർ വേദനിപ്പിച്ച് എൻജോയ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ജനറേഷനിൽ ഞങ്ങളെല്ലാം വന്ന് ടെണ്ടുൽക്കറിൻ്റെ കളി കണ്ടും മോഹൻലാലിൻ്റെ സിനിമയിൽ കണ്ട് അങ്ങനെ എൻജോയ് ചെയ്യണം. ഇന്നത്തെ യൂത്തിൻ്റെ എൻജോയ്മെൻറ്റ് ആണ് ഇങ്ങനെ സ്റ്റാറ്റിക്സോ ആണ്. ഞാൻ വന്ന് ഈ ലുലുമാളിൽ ഡെയിലി പോകാറുണ്ട് ബുക്കുകൾ വായിക്കാൻ. എത്ര പേരെ കളിയൊക്കെ ചെയ്യുന്ന അറിയോ? ഈ 2000 ജെൻസി പിള്ളേർ എന്ന് പറയും, 2000 ജനിച്ച പിള്ളേർ. അവർ ഈ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ച് ഭയങ്കര നെഗറ്റിവിറ്റിയാണ്. അതിർത്തിലെ മനോരോഗം പോലെയാണ്. ഞാനെല്ലാം ഒരാളെ സന്തോഷിപ്പിച്ചാണ് എൻജോയ് ചെയ്യുന്നത്, ഇവർ വേദനിപ്പിച്ചാണ് എൻജോയ് ചെയ്യുന്നത്. എനിക്ക് മനസ്സിലാവില്ല എന്തായിരുന്നു ഈ തലമുറയുടെ ഒരു ഈ 2000 ജനിച്ച ജെൻസി പിള്ളേർ പുതിയ ജനറേഷൻ അവരുടെ ഒരു എൻജോയ്മെൻറ്റ് ഇതാണ്. ഞാൻ നേരിട്ട് ലുലുമാളിൽ ഡെയിലി ഞാൻ പോകാറുണ്ട് ബുക്ക് സ്റ്റോൾ ബുക്ക് വായിക്കാനല്ല, ഡെയിലി ഞാൻ ഫേസ് ചെയ്യുന്ന കാര്യമാണ്. അവർ നമ്മൾ കളിയാക്കി ചെയ്യും. അങ്ങനെ കളിയാക്കി ചെയ്യുമ്പോൾ മറ്റേയാൾക്ക് ഹേർട്ട് ആവുന്ന പോലും അവർ ചിന്തിക്കുന്നില്ല. എന്താണ് ഇവർ ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് കമ്പ്യൂട്ടറിൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ എടുക്കാറാണ്, ഒരു വെർച്വൽ ലോകത്താണ്. പക്ഷേ ഇവർക്ക് മനുഷ്യരായിട്ട് ഇടപെടുന്നില്ല. അതുകൊണ്ട് മനുഷ്യത്വപരമായിട്ട് കാര്യം കുറഞ്ഞു വരികയാണ്. ഇതാണ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ പ്രശ്നം എന്നതാണ്. ഈ ടെക്നോളജി ഭയങ്കര അഡ്വാൻസ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് മനുഷ്യരായിട്ട് ഇൻട്രാക്ഷൻ ഇല്ല. ഒരു യന്ത്രങ്ങളെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത് മനുഷ്യനെ കണ്ടും. അപ്പോൾ ഇങ്ങനെ മനുഷ്യരായിട്ട് ഇൻട്രാക്ഷൻ വരാക്കുമ്പോൾ ഒരു മനുഷ്യത്തിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. ഇവർ നമ്മളെ അട്ടേഴ്സ് വെച്ച് കളിയാക്കുകയാണ്. അപ്പോൾ എനിക്കെല്ലാം പക്ഷേ ചിലപ്പോൾ ഫീലാവും. ഒരിക്കലും പ്രതികരിച്ചാൽ എനിക്ക് പ്രശ്നം ഉണ്ടായതാണ്. ഞാൻ പ്രതികരിക്കാറില്ല. ഇവർ 4-5 പേരുണ്ട്. നമ്മൾ ശരിക്കും അവർ ഫോട്ടോ എടുക്കാൻ സെൽഫി എടുക്കാൻ വരുമ്പോൾ നമ്മളൊന്ന് നോക്കാൻ വേണ്ടിയാണ്. ഇവർ അതിൽ നിന്ന് പ്ലസ് ഇല്ല. എസ്പെഷ്യലി പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ കളിയാക്കുക. അവർക്ക് എന്തോ ഈ ബോഡി ഷേമിങ്, ഫേസ് ഷേമിങ്, എൻ്റെ ഫേസ് കാണുമ്പോൾ അവർക്ക് ചിരി വരികയാണ്. എനിക്കത് മനസ്സിലാവില്ല എന്താണ്. ചില പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ട് അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. ഈ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ സമകാലികമായിട്ട് സൊസൈറ്റിയിൽ ബോഡി ഷേമിങ് ആയി പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ. എൻ്റെ ബോഡി ഷേമിങ് അല്ല, ഫേസ് ഷേമിങ് ആണ്, ഫേസ് ആണ്. അതിനെ ഞാൻ സംസാരിച്ചു. ഇതിനെ പറ്റി ചർച്ച ചെയ്യുന്ന ഞാൻ എത്രയോ നല്ല വീഡിയോസ് ഇട്ടിരിക്കുന്നത്, അതൊന്നും വൈറലാവുന്നില്ല. ഇത് മാത്രമേ വൈറലാവുള്ളൂ. ഇങ്ങനത്തെ കാരണം ആൾക്കാർക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാർക്ക് ഭയങ്കര സ്ട്രെസ് ടെൻഷനുള്ള കാലമാണ്. അവർക്ക് എൻ്റർടൈൻമെൻറ്റ് ഇതൊക്കെയാണ്. രാത്രി 10 മണിക്ക് ജോലി കഴിഞ്ഞ് വന്നതിന് അവർ ഇത് കണ്ടാണ് എൻ്റർടൈൻ ചെയ്യുന്നത്. ഞാൻ കേട്ട ഉണ്ണിലോകൻ്റെ റിവ്യൂള്ള ആൾക്കാർക്ക് കാണുന്ന കോക്കിൻ്റെ റിവ്യൂ. കാരണം കോക്കിൻ്റെ റിവ്യൂവിൽ കുറച്ച് കോമാളിത്തരമുണ്ട്. ഉണ്ണിലോകം വളരെ സീരിയസ് ആയിട്ട് പറയണം. ആൾക്കാർക്ക് ഇപ്പോൾ സീരിയസ് അങ്ങനത്തെ കാര്യങ്ങളും വേണ്ട. കാരണം അവർക്ക് ഒരുപാട് ടെൻഷനുണ്ട് ലൈഫിൽ ഒരുപാട് ടെൻഷനുണ്ട്. അപ്പോൾ അവർക്ക് എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്ന ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ്. പക്ഷേ ഞാൻ മണപ്പൂരം ഒരു കോമാളിത്തരം കാണിച്ചിട്ടില്ല. വേറെ പോലെ ആൾക്കാർ മണപ്പൂരം കോമാളിത്തരം കാണിച്ചവരാണ്. മണപ്പൂരം കാണിച്ചിട്ടുണ്ട്, അവരറിയാം കോമാളിത്തരം കാണിക്കും. പക്ഷേ ഞാൻ മണപ്പൂരം ഒന്നും കാണിച്ചിട്ടില്ല. എന്ത് ചെയ്യാനാണ് ഇതിപ്പോൾ? ഇത് ആളുകളുടെ കുഴപ്പമാണ്, ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേരുടെ കുഴപ്പമാണ്. അവരുടെ എൻ്റർടൈൻമെൻറ്റ് ഇതാണ്. ഞാനുള്ള വേറെ ജനറേഷൻ ഞങ്ങൾ നല്ല കാര്യം ചെയ്ത് മറ്റേ ഒരു തമാശ പറഞ്ഞാൽ സന്തോഷിപ്പിച്ച് എൻജോയ് ചെയ്യാം. ഇതങ്ങനെയല്ല, ഇത് മറ്റൊരാളെ വേദനിപ്പിച്ചാണ് ഇവർ എൻജോയ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മീഡിയ അങ്ങനെ ആവുന്നത്. അത് മീഡിയയുടെ കുഴപ്പമല്ല. അണ്ണ ഇപ്പം പറഞ്ഞിപ്പം ഈ ഫോട്ടോ എടുക്കാൻ വരുന്നവർ, കൂടെ സെൽഫി എടുക്കാൻ വരുന്നവർ കളിയാക്കാൻ വേണ്ടിയാണ് സെൽഫി എടുക്കാൻ വരുന്നതെന്ന് അറിയാം. അപ്പം എന്നിട്ടും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചില ആൾക്കാരെ സമ്മതിക്കാറില്ല, സെൽഫി എടുക്കാൻ സമ്മതിക്കാറില്ല. കാരണം അവർ വെറുതെ കളിയാക്കാൻ തന്നെ വന്നിരിക്കണം. അത് ഞാൻ കണ്ടിരിക്കുന്ന ഈ പിള്ളേരാണ്, ഈ ന്യൂജൻ പിള്ളേർ, ഇവരാണ് ഏറ്റവും ഈ പ്രശ്നം. ഈ പെൺകുട്ടികളൊക്കെ വരുന്നെന്ന് പറഞ്ഞില്ലേ, അവരൊക്കെ വന്നിട്ട് എന്തോ ചോദിക്കുന്നത് ഇപ്പം? അല്ല, അവർക്ക് ചിരിയാണ്, എന്നെ കാണുമ്പോൾ ചിരിയാണ്. ഫോട്ടോ എടുക്കാൻ അല്ല, ആദ്യം വന്ന് എന്തെങ്കിലും പറയുമല്ലോ. അല്ല, പെൺകുട്ടി എൻ്റെ അടുത്തൊന്നും വരാറൊന്നുമില്ല, അവർ ജസ്റ്റ് തിരിച്ചുകൊണ്ട് പോകും. എനിക്ക് മനസ്സിലാവില്ല. ഞാൻ മണപ്പൂർ ഒരു കോമാന്തരം കാണിച്ചിട്ടില്ല, അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ പെരേരെ കളിയാക്കാൻ കുഴപ്പമില്ല, മണപ്പൂർ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തിനായിട്ടാണ് മനസ്സിലാവുന്നത്. ഈ പറഞ്ഞ ഈ കമന്റ്സിന് മൊത്തം തന്നെ ഇയാൾ കല്യാണം കഴിക്കാത്തതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ചെന്നപ്പെടുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടിമാരെ കാണുമ്പോൾ സംസാരിക്കുന്നത്. ജനറലി ആൾക്കാർ ഒരാളെ കഴപ്പ് കൂടുതലാണ്, അല്ലെങ്കിൽ കോഴിയാണ്, അല്ലെങ്കിൽ ഞരമ്പ് രോഗിയാണ് എന്ന് പറയുന്നത്. ചിലർക്ക് ഇത് ഹോർമോൺസ് സയൻറ്റിഫിക്കലി പറഞ്ഞ ഹോർമോൺ വേരിയേഷനാണ്. ചിലർക്ക് ഇത് കുറവായിരിക്കും, ചിലർക്ക് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ ചിലർക്ക് ഇത് കൂടുതലായിരിക്കും. അപ്പോൾ ഈ പിന്നെ എൻ്റെ ചിലപ്പോൾ എല്ലാം റീച്ചിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. കാരണം ആളുകൾക്ക് വേണ്ട ഏറ്റവും കൂടുതൽ വേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ ഞാനെല്ലാം സത്യസന്ധതയിൽ പറഞ്ഞു. പലരും എല്ലാവർക്കും തോന്നുന്ന കാര്യങ്ങളാണ്, പലരോട് പറയില്ല. ഞാൻ സത്യസന്ധതയിൽ പറഞ്ഞു, സത്യസന്ധമായി പറഞ്ഞതിൻ്റെ പേരിലാണ് അനുഭവിക്കുന്നത്. ഇതിന് എത്രയും മോശം വികാരം കണക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് എല്ലാവർക്കും ഉള്ളതാണ്. ഇപ്പം ഈ ഐശ്വര്യലക്ഷ്മിയുടെ ഇതിലേക്ക് നമ്മൾ തിരിച്ചു വരുവാണെങ്കിൽ, ഈ ഐശ്വര്യലക്ഷ്മി ഇഷ്യൂവിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇപ്പൊ ഐശ്വര്യലക്ഷ്മി സോറി പറയുവാണെങ്കിൽ, അപ്പോളജൈസ് ചെയ്യുവാണെങ്കിൽ അണ്ണന്റെ ഒരു റിയാക്ഷൻ എന്താ? ഞാൻ സോറി പറയണ്ട, അവരല്ല. ഞാൻ സോറി പറയണ്ട, ഞാൻ സോറി പറയുള്ളൂ. കാരണം അവർ എന്നോട് തെറ്റ് ചെയ്തിട്ടില്ല, അവർ എന്നോട് തെറ്റിട്ടില്ല. എനിക്ക് അവരുടെ അവസ്ഥ മനസ്സിലായി. കാരണം അവർ ആ വണ്ടിയിൽ കയറാനുള്ള ടെൻഷനിൽ ഇരിക്കുകയാണ്. അത് മുമ്പ് ഞാൻ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ കൈ കൊടുത്തപ്പോൾ വളരെ സന്തോഷം ചിരിച്ചോടെ കൈയാണ് വന്നപ്പോഴും കൈ കൊടുത്തപ്പോൾ ചിരിച്ചോടെ വന്നു. എനിക്ക് അവർക്ക് മൾട്ടി ടാസ്കിങ് പറ്റില്ല, ഒരു കാര്യം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, ഈ കമന്റ് തന്നെ പറഞ്ഞു 3 വട്ടം തന്നെ കൈ കൊടുക്കണമെന്നുള്ള രീതിയിൽ ചോദിച്ചിരുന്നു.
3 വട്ടമൊക്കെ അവർ നടിക്ക് എന്തിനാണ് കൈ കൊടുക്കുന്നത് എന്നുള്ള അത് രീതിയിൽ ഓരോ സ്റ്റേജ് ആദ്യം വന്നപ്പോൾ ജസ്റ്റ് ഒരു ഫിലിമിന് കൊടുത്തു, പിന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് പോന്നു. അതിന് വേറെ ഉദ്ദേശം നമ്മൾ പറഞ്ഞ നിഷ്കളങ്കമായി ചെയ്ത കാര്യമാണ്. ഒരു ദുരുദ്ദേശം നമുക്കില്ല. പക്ഷെ ആ രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുകയാണ്. ആളുകൾക്ക് ഏതെങ്കിലും വ്യാഖ്യാനിക്കാമല്ലോ. പൊതുവേ കേരളത്തിൽ ആൾക്കാർക്ക് ലൈംഗിക ദാരിദ്ര്യം ഉണ്ടായതുകൊണ്ട് അവർ ആ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഈ പുതിയ ജനറേഷൻ എല്ലാവരുടെ ഒരു ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അവർക്ക് ലൈംഗിക ദാരിദ്ര്യം ഇല്ല. ഈ ഫേസ്ബുക്കിലെ അമ്മമാർക്കാണ് ഈ ലൈംഗിക ദാരിദ്ര്യം കൂടുതൽ. അമ്മമാരാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. കാരണം അമ്മമാർക്ക് ലൈംഗിക ദാരിദ്ര്യം ഭയങ്കരമാണ്. പുതിയ ജനറേഷൻ എല്ലാവരുടെ ഗുണം പറഞ്ഞാൽ അവർക്ക് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഉണ്ട്, അവർക്ക് അങ്ങനെ ഇതെല്ലാം ലൈംഗിക ദാരിദ്ര്യം ഇല്ല. അവൻ്റെ ഏറ്റവും വലിയ കുഴപ്പമാണ് കളിയാക്കലാണ്. ഒരു വ്യത്യാസം സ്വഭാവമുണ്ട്. നമ്മൾ ലാഫ് ആൻഡ് സ്മൈൽ വ്യത്യാസമുണ്ട്. ലാഫിന് സ്മൈലാണ് ചിരിക്കാം, ലാഫിന് പറഞ്ഞ ഒരു നെഗറ്റീവ് ഉണ്ട്. അതാണ് നമ്മളെ ഹേർട്ട് ചെയ്യുന്നത്. അതിപ്പോൾ എന്ത് ചെയ്യാനാണ്? ഇതിപ്പോൾ എനിക്കിനി ഈ ഇമേജ് മാറുമെന്ന് തോന്നുന്നില്ല. മീനി മാറാതിരിക്കില്ല. നമുക്കിപ്പോൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഞാൻ പോകുമ്പോൾ തന്നെ ആൾക്കാർ പെർമിഷൻ വാങ്ങിയ വീഡിയോ എടുക്കണം, വീഡിയോ ഓഡിയോ ഇതെടുക്കണം. ഈ പണ്ട് തിയേറ്റർ പോകുമ്പോൾ അല്ല, ഈ ലുലുമാളിൽ പോകുമ്പോൾ അവർ പെർമിഷൻ വാങ്ങിക്കില്ല. അത് ഇവിടുത്തെ ഒരു ആൾക്കാരുടെ സ്വഭാവം. ഫോറിൻ കൺട്രീസിൽ അങ്ങനെയല്ല, അത് പെർമിഷൻ വാങ്ങിക്കും. ഇത് നമ്മുടെ പെർമിഷൻ വാങ്ങിയാൽ എടുക്കണം. ആ പെർമിഷൻ വാങ്ങിയാൽ എടുക്കുന്നതിന് ആവശ്യമില്ല. പിന്നെ കുറച്ചെല്ലാം ഇത് വെച്ച് പിള്ളേരെ തമാശയാണ്, ആ രീതിയിൽ എടുക്കാം. ചിലർക്ക് തമാശയാണ് ആ പിള്ളേർ കളിയും ആ കാലത്ത് പ്രായത്തിൻ്റെ ആണെന്ന് പറയാം. ചില ആൾക്കാർ അങ്ങനെയല്ല, നമ്മൾ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടിയാണ്. പിന്നെ വയറിലായാലും അസൂയുള്ള ആൾക്കാരും ഉണ്ട്, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ എൻ്റെ കമൻറ്റ്സ് മുഴുവൻ വളരെ നെഗറ്റീവ്. അത് സൈബറായിട്ട് അയച്ചത് ഈ ഫാൻസുകാരും മറ്റൊക്കെയാണ്. പെയ്ഡ് ഒരു കമൻറ്റിലെ പെയ്ഡ് PR വർക്ക് ഉണ്ടായിരുന്നു. 4-5 പേരുണ്ട് സ്ഥിരം. അവർ ഞാൻ എന്ത് പോസ്റ്റ് എപ്പോൾ ഇട്ടാലും ഇടുന്നവരുണ്ട്. ഇത് PR വർക്ക് അറിയാമല്ലോ, ഫേക്ക് ആയിട്ട് വെച്ചിട്ട് ഇങ്ങനത്തെ വിളിക്കലാണല്ലോ. ഇപ്പോൾ പെരേരയുടെ ഒരു പറഞ്ഞ പെരേരയുടെ ഫാൻസ് എന്നെ വിളിക്കാറുണ്ട്. ഇറ്റ്സ് പ്യൂർലി മിസ്അണ്ടർസ്റ്റാൻഡിങ്, unnecessary allegation, it's a criticism. I didn't expect this thing from public. Public totally misunderstood me, and it created a lot of. I got deeply hurt. I felt very bad, and I didn't have any problem with the isolation. It is she didn't do it intensely. She had been busy with many other activities. That's why she didn't respond, and I don't put any complaint on her. It is purely a misunderstanding, and it is mainly proud of people because when the same media, when they took the video, but that video didn't become viral. Lot of videos media had taken when Sarfuddin came out to that video, not on because people we want only negative thing. They want masala. Only because of that, this videos are becoming viral. Media is taking lot of videos, but some videos are getting viral. Negative videos are getting viral. That's not a problem of media. It's purely brought out to public. The public need what public need is that thing. Okay. Okay, thank you. All the best.